കളമശ്ശേരിയിൽ യുവതിയെ ആക്രമിച്ച് സ്വർണവും മൊബൈലും തട്ടിയ പ്രതി പിടിയിൽ. പാലക്കാട് അഗളി സ്വദേശിയാണ് പിടിയിലായത്. പ്രതി ലക്ഷ്യമിട്ടത് കവർച്ച ആയിരുന്നില്ലെന്നും പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് പറഞ്ഞു. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. ഇയാളെ അഗളിയിൽ നിന്നുമാണ് പിടികൂടിയത്. കവർച്ച ചെയ്ത മൊബൈൽ ഫോൺ കണ്ടെടുത്തു. എന്നാൽ സ്വർണം കണ്ടെത്താനായില്ല. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി HMT ജംഗ്ഷനിലെ ജോലിസ്ഥലത്തു നിന്നും റെയിൽവേ വഴി താമസ സ്ഥലമായ രാജഗിരി റോഡിലേക്ക് പോകുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി HMT ജംഗ്ഷനിലെ ജോലി സ്ഥലത്തു നിന്നും റെയിൽ ക്രോസ് ചെയ്ത് താമസ സ്ഥലമായ രാജഗിരി റോഡിലേക്ക് പോകുകയായിരുന്ന കണ്ണൂർ സ്വദേശിയായ യുവതിയെയാണ് റെയിൽവേക്ക് സമീപം വെച്ച് തലയിൽ മുണ്ടിട്ട് വലിച്ചു വീഴ്ത്തി ആക്രമിച്ചത്. മാർച്ച് 15 സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അജീതം ജോലി പുസ്തകത്തിന് ശേഷം ഈവനിങ്ങിൽ തിരിച്ച് HMT ജംഗ്ഷനിലെ ബസ്സിൻ്റെ അടുത്തുള്ള റെയിൽവേ ക്രോസിങ്ങിലൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് നടന്നത്. ആ ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് ലേഡിയിൽ നിന്നും അജീവതയിൽ നിന്നും മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ അജീവതയുടെ ജ്വല്ലറിയും കവർ ചെയ്യുകയുണ്ടായി. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പിന്നീട് നടത്തിയ ഇൻവെസ്റ്റിഗേഷനാണ് ഇതൊരു കവർച്ച എന്നതിനേക്കാളുപരി അജീവതയുടെ ഒരു ബോഡി ഇന്റഗ്രിറ്റി വയലേറ്റ് ചെയ്യാനും കൂടിയിട്ട് അവിടെ ശ്രമം ഉണ്ടായെന്ന് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പെട്ടെന്നൊരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ആഴത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയുണ്ടായി. ഈ ഇൻവെസ്റ്റിഗേഷൻ വളരെ ദുഷ്കരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ നടന്നൊരു ഇൻവെസ്റ്റിഗേഷനും പ്രതി ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ടുകൂടി പ്രതിയിലേക്ക് എത്താൻ വളരെ ദുഷ്കരമായിരുന്നു. നമുക്ക് 10ഓളം മെമ്പേഴ്സുള്ള ഒരു ടീമാണ് 3 ജില്ലകളിൽ നിന്നായിട്ട് 200ഓളം CCTVകളും ലക്ഷക്കണക്കിന് കോൾ ഡാറ്റ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മൾ പ്രതിയിലോട്ട് എത്തിയത്. പ്രതി എന്ന് പറയുന്നത് ഒരു KSIBയിലെ താൽക്കാലിക ടെമ്പററി വർക്കറാണ്. ഈ പ്രതി എന്ന ആള് 2022 മുതൽ 2025 വരെ കാലഘട്ടത്തിൽ എറണാകുളത്ത് പത്തനംതിട്ട ഭാഗത്തുള്ള മാരുതി സുസുക്കി ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിയുടെ എല്ലാ സ്ഥലങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ഊടുവഴികളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഇവിടെ ഒരു പണിക്ക് വേണ്ടിയിട്ടാണ് എത്തിയത്. വ്യക്തി ഈ പ്രതി പാലക്കാട് അഗളി സ്വദേശിയാണ്. ഇവിടെ പത്തനംതിട്ട ഭാഗത്ത് വർക്ക് ചെയ്യുന്ന പ്രതി ഇവിടെ കൂട്ടുകാരെ ഒന്നിച്ച് മദ്യപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ നമ്മുടെ അജീവത വഴി വരികയുണ്ടായിരുന്ന അജീവതയുടെ കയ്യിൽ നിന്നും പണവും അതുപോലെ തന്നെ അജീവതയെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പ്രതി തീരുമാനിക്കുകയും ഒരു ഇൻസിഡന്റ് നടക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിലൂടെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും നമുക്ക് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ വെരിഫിക്കേഷനും കിട്ടുകയുണ്ടായി. പ്രതിയെ ഇന്നലെ പ്രതിയുടെ സ്വദേശം പാലക്കാട് അഗളി വീട്ടിൽ നിന്നും പിടിക്കാൻ നേരം പ്രതിയുടെ കയ്യിൽ നിന്നും കവർച്ചയ്ക്ക് യൂസ് ചെയ്ത വണ്ടിയും അതുപോലെ തന്നെ ഈ അജീവതയുടെ മൊബൈൽ ഫോണും റിക്കവർ ചെയ്യുകയുണ്ടായി. പ്രതിയെ ഡീറ്റെയിൽഡായിട്ട് ചോദ്യം ചെയ്തതെന്നും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. ഇനി തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. പ്രതിയെ ഡീറ്റെയിൽസ് പുറത്തുവിടാത്തത് ഇനി ടെസ്റ്റ് ഐഡന്റിഫിക്കേഷനും തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളതുകൊണ്ടുകൂടിയാണ്. ആക്രമണ ശ്രമം പെൺകുട്ടി ശക്തമായി ചേർത്തതോടെ ആ ശ്രമം ഉപേക്ഷിച്ച് പെൺകുട്ടിയുടെ മാലയും കമ്മലും മൊബൈലുമായി പ്രതി കടന്നുകളയുകയായിരുന്നു. തുടർന്ന് അവശയായ പെൺകുട്ടിയെ നാട്ടുകാർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞാൽ മാത്രമേ പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടാനാകൂ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബൈക്കിൽ വന്ന് പരാതിക്കാരിയെ പിന്തുടർന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പിന്നീട് 3 ജില്ലകളിൽ നിന്നായി 200ഓളം CCTVകൾ പരിശോധിച്ച ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയിലേക്ക് എത്തിയത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും കൃത്യത്തിനുപയോഗിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി.
പ്രതി കുറച്ച് നാളുകൾക്ക് മുൻപ് പത്തരിപ്പാലത്തെ സ്വകാര്യ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. നിലവിൽ ജില്ലയിലെ KCBയിലെ താൽക്കാലിക ജീവനക്കാരനാണ് പ്രതി. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ CCTV ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ ഒരെണ്ണം റോഡിലേക്ക് വെക്കേണ്ടത് അത്യാവശ്യമാണെന്നും നിലവിൽ സ്ഥാപനങ്ങളുടെ ദൃശ്യങ്ങൾ കിട്ടുന്ന രീതിയിലാണ് എല്ലാവരും ക്യാമറ സെറ്റ് ചെയ്തതെന്നും ഒരു ക്യാമറ സ്ഥാപനത്തിന് മുന്നിലെ റോഡിലെ ദൃശ്യങ്ങൾ കൂടി ലഭിക്കുന്ന രീതിയിൽ സ്ഥാപിക്കണമെന്നും ഇത് ഇതേപോലത്തെ അന്വേഷണങ്ങൾക്ക് ഏറെ സഹായകരമാകുമെന്നും പോലീസ് പറഞ്ഞു. ബന്ധപ്പെട്ട മുനിസിപ്പൽ അധികാരികളും റെസിഡൻസ് അസോസിയേഷനുകളും ഇത്തരത്തിൽ ക്യാമറകൾ വെക്കാൻ തയ്യാറാകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. DCP ഷെഹൻഷായുടെ നേതൃത്വത്തിൽ തൃക്കാക്കര ACP മനോജ്, കളമശ്ശേരി ഇൻസ്പെക്ടർ ബൈജു, SIമാരായ സെബാസ്റ്റ്യൻ P. ചാക്കോ, ഷമീർ ആനന്ദ, ASI ബിനു, SCPOമാരായ അരുൺ, വിനു KP, CPOമാരായ മാഹിൻ അബൂബക്കർ, വിനു കുര്യാക്കോസ്, രാജേഷ് കുമാർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് കൃത്യം നടന്ന് ഒരാഴ്ചക്കുള്ളിൽ പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.